ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാം കാത്തിരിക്കുകയാണെന്ന്. ആക്ച്വലി ഇന്നലെ വൈകുന്നേരം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇന്നലെ വൈകുന്നേരം ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് സമയം കിട്ടിയില്ല. പിന്നെ ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ആഴ്ചത്തെ കഴിഞ്ഞ വീക്കിലി അനാലിസിസ് എനിക്ക് ഓർമ്മയുണ്ട്, ഏകദേശം 50 മിനിറ്റോളം നീണ്ടുപോയി. അത് അങ്ങനെ നീണ്ടുപോയതാണ്. അപ്പം നിങ്ങളാരും പരിഭവം കൂടാതെ അതെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടിയെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഈ ആഴ്ചയും 50 മിനിറ്റൊന്നും ഇല്ലെങ്കിലും കുറച്ച് നീണ്ടുപോകും. കാരണം കുറേ സംഭവവികാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്താ മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ്, ഞാൻ പേന എടുത്തില്ല, ഒരു സെക്കൻഡ്. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചത്? ഞാൻ രാവിലെ വളരെ ക്ലിയറായിട്ട്, ഞാനീ പറയുമ്പോൾ തള്ളാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്, വളരെ ക്ലിയറായിട്ട് രാവിലെ വോയിസ് ഇട്ടപ്പോൾ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, മാർക്കറ്റ് ഇന്ന് ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് അല്ലേ. മാർക്കറ്റ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വരാനുള്ള സാധ്യതയാണ് മാർക്കറ്റിലുള്ളത്. അഥവാ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 474 കട്ട് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിലേ നമുക്ക് ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് നേരെ താഴോട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ക്യാൻഡിലായത് ഇല്ലേ, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ എന്ന് 10-30 പോയിൻ്റ് കണ്ട് ആ രീതിയിൽ കണ്ട മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, അതിനുശേഷം മാർക്കറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് പോകുന്നു. നമ്മുടെ ലെവലുകളെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വരും. ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് 25,338 എത്തും എന്ന് ഞാൻ അസന്നിഗ്ധമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. എത്ര പേര് വിശ്വസിച്ചു എന്നറിയത്തില്ല. കാരണം നമുക്കത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അതാണ്, അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും അതാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിലൊരു നെഗറ്റീവ് സോൺ, ഞാൻ നെഗറ്റീവ് സോൺ തന്നെ മാർക്കറ്റ് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ മാർക്കറ്റ് താഴോട്ട് വന്നു. അത് ബിഗിനേഴ്സിനൊന്നും അവിടെ ട്രേഡില്ല, ജസ്റ്റ് ഓൺലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് മാത്രമേ അവിടെ ട്രേഡുകൾ ഉള്ളായിരുന്നു. അല്ലാതെ ബിഗിനേഴ്സിനൊന്നും അവിടെ ചാടിക്കയറി ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റികളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ലെവലിൽ വന്ന് കൺസോൾഡേറ്റ് ചെയ്തു അല്ലേ. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോയി പിന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്കായിരുന്നു. മാർക്കറ്റ് പല പ്രാവശ്യം റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. അവസാന നിമിഷം മാർക്കറ്റ് പല പ്രാവശ്യം റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8 പ്രാവശ്യം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഓരോ പ്രാവശ്യം കയറുമ്പോഴും ഉച്ചയ്ക്കടിച്ച് താഴെ ഇടുന്ന രീതിയിൽ മാർക്കറ്റിനെ അടിച്ചടിച്ച് താഴെ ഇടുമായിരുന്നു ഇല്ലേ. അതുകൊണ്ട് ഒരു മാർക്കറ്റിന് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമല്ല വീക്കെൻഡായിരുന്നു ഇല്ലേ, വീക്കെൻഡായിരുന്നു. അപ്പോൾ ആരും പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. കാര്യം എന്താ, എന്താ സംഭവിക്കുന്ന വീക്കെൻഡിൽ നിന്ന് ആർക്കും അറിയത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട്, ട്രംപിൻ്റെ ഇങ്ങനെ വിടുവായുത്തരം ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ആരും പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ അങ്ങനെ താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ട് പലരും പൊസിഷൻസ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ പല അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കും. അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോകാതെ അവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു നെഗറ്റീവിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് ട്രേഡ് ഇല്ല. ഈ ട്രേഡ് എന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം വലിയ പോയിന്റുകൾ, വലിയ ക്യാൻഡിലുകളുടെ മണ്ടയ്ക്കൊന്നും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ എടുത്തവർക്ക്, ഈ ക്യാൻഡിൽ നോക്കി ട്രേഡ് എടുത്തവർക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ അത്രത്തോളം അത് സക്സസ് അല്ല, നമുക്കത് തള്ളാനൊന്നും പറ്റത്തില്ല അതിനകത്ത്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മാർക്കറ്റ് നോക്കി പഠിക്കുക. ഇല്ലെങ്കിൽ ഇത്രയും ഒരു ആദ്യത്തെ 3/4 മണിക്കൂർ കൊണ്ട് കിട്ടിയ പോയിന്റ് കൊണ്ട് വീട്ടിൽ പോകാനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പം ആ കാര്യം ഞാൻ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാം. നമുക്ക് വേറെ ധാരാളം കാര്യങ്ങൾ സംസാരിക്കാൻ ഒത്തിരിയുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഡെയിലി ക്യാൻഡിലോട്ട് ജസ്റ്റ് ഒന്ന് വരാം ആദ്യം. അതിന് ശേഷം ബാക്കി കഥകൾ നമുക്ക് സംസാരിക്കാം. എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന്. നമുക്ക് ഡെയിലി ക്യാൻഡിലോട്ടൊന്ന് വരാം. ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് കണ്ടവർക്കറിയാം, നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നു. അപ്പം കഴിഞ്ഞ നമ്മൾ ഇത് വരച്ചകളെല്ലാം പുതിയ വരകളല്ലേ.
നമ്മൾ വരച്ചതെല്ലാം പുതിയ വരകളാണ്. ഓക്കെ, ദൈവം സഹായിച്ച് നമ്മൾ വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് സംസാരിച്ചത്? നമ്മൾ കഴിഞ്ഞ സംസാരിച്ചത് ഏകദേശം ഇവിടെയാണ്, ഏകദേശം നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇവിടെ എണ്ണി കാണിച്ചാൽ ഇവിടെ ഇതിന് ശേഷം ഈ അപ്സൈഡ് മോളോട് ശ്രമിച്ചതിന് ശേഷം നമ്മൾ ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ട്രെൻഡ് ലൈനിൽ വന്ന് ഇടിച്ച് നിന്നതിന് ശേഷം ഇവിടുന്ന് കണ്ടിന്യൂസ് കഴിഞ്ഞ 8 ദിവസവും നമുക്ക് റാലിയായിരുന്നു അല്ലേ, 8 ദിവസം റാലിയായിരുന്നു. അതിനുശേഷം നോക്കി മൊത്തം ഇവിടെ എണ്ണി കഴിഞ്ഞാൽ ഇതായിരുന്നു ലാസ്റ്റ് ക്യാൻഡിൽ. ഇതിന് ശേഷം എല്ലാ ദിവസവും ഓരോ ക്ലോസിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇവിടെ നോക്കിക്കേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് 1 2 3 4 5 6 7 8 9 10 11 12 ദിവസം വളരെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ടാണ് പോയത് ഇല്ലേ. ഓരോ ക്ലോസിങ്ങിൻ്റെ മണ്ടയ്ക്ക് തന്നെയാണ്, റെഡൊക്കെ തന്നെ ഇടയ്ക്ക് വന്നെങ്കിലും ക്ലോസിങ് എല്ലാം ഓരോ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു ഓരോ ക്യാൻഡിലും ക്ലോസിങ്. അങ്ങനെ 12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി. അങ്ങനെയാകുമ്പോൾ പിന്നെ അവിടെ ഒരു കൺസോൾട്ടേഷൻ വേണമെന്നുള്ള കാര്യം 100% ഉറപ്പാണ് ഇല്ലേ. ഒന്നുകിൽ ഒരു ചെറിയ ഒരു ഡിപ്പ് നമുക്കവിടെ വരും, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അതിന് ശേഷം ഒന്ന് കുനിഞ്ഞതിന് ശേഷം നിവർന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അപ്പോൾ 12 ദിവസത്തിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഇല്ലേ. പക്ഷെങ്കിൽ ഈ കുനിഞ്ഞത് എവിടം വരെ കുനിയും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെങ്കിൽ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടം വരെ വരാൻ മാത്രമേ പാടുള്ളൂ. 25,251 ഈ റേഞ്ച് വരെ മാത്രമേ വരാൻ പാടുള്ളൂ. ഇതിന് താഴെ പോവുകയാണ്, 25,251 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേടിക്കണം. അതിനുശേഷം ഇതിന് താഴോട്ട് ഇറങ്ങി വന്ന് വിചാരിച്ചോ, ഇറങ്ങി വന്നാലും 251 താഴെ ഇറങ്ങിപ്പോയാൽ ഇതൊരു പല പ്രാവശ്യം റെസിസ്റ്റൻസ് ഏരിയ ഇത് കേട്ടോ. ഇവിടെ അപ്പം ഈ ലൈൻ 251 എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ലൈനാണ്. ഇതിന് താഴെ ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തിരിച്ച് കയറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 25,143, ഞാൻ ഇൻട്രാഡേ വരുമ്പോൾ ഞാൻ പറയാം, 25,143 പിന്നെ അടുത്ത് 25,38. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതും ഒരു ഈ 2 ലൈൻ ക്രൂഷ്യലാണ്. 25,251, 25,143 ക്രൂഷ്യലാണ്. ഇതിന് താഴെയാണ് നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എങ്കിൽ ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്റ്റീവ് 25,143. അതും പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടിവാരം ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ കാണേണ്ടി വരും. പിന്നെ നമുക്കുള്ളത് ട്രെൻഡ് ലൈനാണ് ഇല്ലേ. പിന്നെ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നാളത്തെ അവസ്ഥ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇൻട്രാഡേ ഡേ ക്യാൻഡിൽ ഞാൻ നിങ്ങളിത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ ഇതിപ്പോൾ നമ്മളിലോട്ട് പോയി ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ വരെ വന്ന് തിരിച്ചിങ്ങനെ പോവുക, അല്ലെങ്കിൽ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചിങ്ങനെ പോവുക നമ്മൾ നോക്കുക. ഓക്കെ, ഇതും ഒരു മേജർ സപ്പോർട്ടുള്ളത് കണ്ടോ, മേജർ സപ്പോർട്ടാണ്. പല പ്രാവശ്യം ഇവിടെ വന്ന് സപ്പോർട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് ഇല്ലേ. ഇവിടെയും വന്ന് റെസിസ്റ്റൻസ് സപ്പോർട്ട്. അപ്പോൾ ഈ രണ്ട് ലൈൻ, ഈ 25,251 നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. 25,251, 25,143 ഈ 2 ലൈനും പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അവിടുന്ന് മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ ക്ലീനായിട്ട് വാച്ച് ചെയ്യുക. ഇപ്പോൾ ഡേ വൈസിൽ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഇനി തിരിച്ച് നമുക്ക് എങ്ങോട്ട് വരാം, 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരാം. ഓക്കെ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ക്യാപ്ഷൻ കണ്ടല്ലോ. 2 സംഗതികൾ മാർക്കറ്റിലുണ്ട്. ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടു, H1B വിസയുടെ പ്രശ്നം. ഇത് എന്ത് ചെയ്തു, H1B വിസ ട്രംപ് കട്ട് ചെയ്തു. ഓക്കെ, ട്രംപ് വിദേശികൾ H1B വിസ കട്ട് ചെയ്തു. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം $1,00,000 കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വിസ കിട്ടത്തുള്ളൂ. ഈ വിസയുടെ നിലവിലത്തെ വില എത്രയെന്നറിയാമോ? ഈ $1,00,000 എന്ന് പറയുമ്പം ഏകദേശം 88 ലക്ഷം രൂപ ഇപ്പോഴത്തെ. ഈ വിസയ്ക്ക് അമേരിക്കയിൽ ഇപ്പോൾ ഉള്ള വില എന്ന് പറഞ്ഞാൽ ഏകദേശം 3,000 മുതൽ ഏകദേശം ഒരു $3,000 മുതൽ $4,000 വരെ, അല്ലെങ്കിൽ ഒരു $5,000 വരെയൊക്കെയാണ് ഇതിൻ്റെ നിലവിലത്തെ വില. ഈ വിലയിൽ നിന്നാണ് ഒറ്റയടിക്ക് അണ്ണൻ 1,00,000 രൂപ ആക്കിയത്. ഓക്കെ, ഇത്
വളരെ സിവിയറായിട്ട് ആരെ ബാധിക്കും? ഐ ടി കമ്പനികളെല്ലാം ബാധിക്കും. ഐ ടിയുടെ കാറ്റൂരി വിടുന്ന പരിപാടിയാണ് പുള്ളി കാണിച്ചത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ കമ്പനികളെ തന്നെയാണ്. ഇൻഫോസിസിനെ നമുക്ക് ഇന്ത്യയെ വെച്ച് പറയുമ്പോൾ ഇൻഫോസിസിനെ ടി സി എസിനെ നല്ലപോലെ ബാധിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കമ്പനികളുണ്ട്, ഇതിനേക്കാൾ കുറഞ്ഞ HCL ടെക്, എല്ലാ കമ്പനികളെയും ബാധിക്കും. ഐ ടി സെക്ടറിനെ മൊത്തത്തിൽ ഈ ഒരു വിഷയം ബാധിക്കും. ഓൾറെഡി ഇപ്പം നമ്മൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ADR നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ADR കാണിക്കാം. ADR നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3.5% ഇൻഫോസിസ് വീണു. ഇതാ നോക്കിയേ, കണ്ടോ? ഏകദേശം 3.5% പിന്നെ ADRൽ ഇൻഫോസിസ് വീണു, 2.1% വിപ്രോയും വീണു. ഓക്കെ, അപ്പം അപ്പോൾ ഇത്ര ശതമാനം ഉറപ്പായി. നാളെ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഈ കാര്യം ഉറപ്പായി എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 1,50,000 $3,000 മുതൽ $5,000 സാധനത്തിന് $1,00,000 ആക്കി കഴിഞ്ഞപ്പം അതെന്തുമാത്രം ബാധ്യത കമ്പനികൾക്ക് വരുത്തി വെക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കല്ല. അതുമാത്രമല്ല, ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് ആയാലും മറ്റ് കമ്പനികളൊക്കെ ആയാലും അവരുടെയും പിന്നെ അവരും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അവരുടെ നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ധാരാളം ആൾക്കാർ ഇന്ത്യക്കാരുണ്ട്, ഇല്ലേ? ഗൂഗിളിലായാലും മൈക്രോസോഫ്റ്റിലായാലും പല IT കമ്പനികളിലും നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇത് വളരെ സീരിയസ് ആയിട്ട് ബാധിക്കും. ഇവർക്ക് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിസ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാശ് അടയ്ക്കണം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. കമ്പനി പൂട്ടി കട്ടേണ്ടി വരും, ഇല്ലേ? അങ്ങനെയാണെന്നല്ല. അപ്പോൾ പിന്നെ ഇവിടെ ഇതിൻ്റെ നെഗറ്റീവ്സാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യൻ കമ്പനികളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അവരിനി എങ്ങനെ തന്നെ ഓവർകം ചെയ്യും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അതിൻ്റെ കൂടെ തന്നെ ഇൻഫോസിസ് ബൈബാക്കും പ്രഖ്യാപിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാം എന്തായാലും ഉള്ളതെല്ലാം വിറ്റൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അപ്പോൾ നാളെ എന്തായാലും ഇൻഫോസിസ് 3.5% രാവിലെ തന്നെ വീഴാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടറിയാം എന്താണ് നാളെ രാവിലെ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അതിനുശേഷം ഇനി ഇതിൻ്റെ ഒരു മറുവശം പറയാം. ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോസിസ് അല്ലെ ഇതുപോലത്തെ അമേരിക്കയിലുള്ള US IT കമ്പനികൾ ഇവരുടെ R&D ചെയ്യുന്നതെന്നറിയാമോ? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഈ കമ്പനികൾ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ, ഈ R&D ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്കയ്ക്ക് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഇവർ ഈ അണ്ണൻ ഇങ്ങനത്തെ പണി കാണിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഇവർക്ക് കമ്പനിക്ക് ഓവർകം ചെയ്യണ്ടേ? കമ്പനി ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത്ര ആൾക്കാരും വിട്ടിട്ട് പൂട്ടി കെട്ടിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ തരണം ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പുറത്ത് ഇവരുടെ മേജർ ഇങ്ങനെയുള്ള R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെറ്റപ്പോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളുണ്ടല്ലോ. ഓക്കെ, അതിനെ എന്ത് ചെയ്യുന്നു? ഈ അമേരിക്കയ്ക്ക് പുറത്തോട്ട് കൊണ്ടുവന്ന് പറിച്ച് നാട്ടുക, അല്ലെ ഇന്ത്യയിലോ അല്ലെ ചൈനയിലോ അല്ലെ എവിടെയെങ്കിലും അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പറിച്ച് നടുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇതിനകത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ കണക്ക് ട്രംപ് വെച്ച ഈ പണി ചിലപ്പോൾ അവർക്ക് തന്നെ ബൂമറാങ്ങാട്ട് തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ഒരു വാദം ഉണ്ട്. അപ്പം ഇതിലേതാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങളിത് കീനായിട്ട് വാച്ച് ചെയ്യുക. എത്ര ദിവസം ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് IT ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്ടറിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നല്ലൊരു ഫോൾ നമുക്ക് IT സെക്ടറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സംഭവം. അപ്പം കാര്യം ഏകദേശം മനസ്സിലായി വിചാരിച്ചു. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? GST ആണ്. നാളെ 22-ാം തീയതി തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 22-ാം തീയതിയാണ്, സെപ്റ്റംബറിലാണ് നമ്മുടെ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. GSTയുടെ പുതിയ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നാണ്? 22 സെപ്റ്റംബറിലാണ്. അന്നേ ദിവസം, ഇപ്പോൾ എല്ലാം വളരെ കോയിൻസിഡൻ്റാണെന്ന് ആലോചിക്കണം. അന്നേ ദിവസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 22 സെപ്റ്റംബറിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പോകുന്നത് ഓട്ടോ സെക്ടറാണ്. കാരണം കാറുകൾക്കൊക്കെ നല്ലപോലെ വില കൊള്ളും, ഓട്ടോ കമ്പോണൻസിനൊക്കെ നല്ലപോലെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പം ഓട്ടോ ബൂമറാങ് പോലെ മേലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ്, അതുപോലെ FMCG ഫാസ്റ്റ് മൂവിങ്, പിന്നെ കൺസ്യൂമർ ഗുഡ്സ്. അപ്പം അങ്ങനെയുള്ള ഈ സെക്ടറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ,
ഈ ഈ സെക്ടറൊക്കെ പറക്കാനുള്ള സാധ്യതയുണ്ട്. എന്താ കാര്യം? ഓട്ടോ സെക്ടറിൽ വാഹനങ്ങൾക്കെല്ലാം വില കുറച്ചു, ഓട്ടോ കമ്പോണൻസിനും GST കുറച്ചു. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പം ഓരോരോ ചെറിയ ചെറിയ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, അവർക്കൊക്കെ നല്ല GST റിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ FMCG, നമ്മുടെ ദൈനംദിനത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സോപ്പ്, ചീപ്പ്, കണ്ണാടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതായത് നമ്മുടെ ബ്രിട്ടാനിയ, HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ, ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ഒരു നല്ല ബൂം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഇവരുടെയൊക്കെ ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ GST അവർ കുറച്ചു. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, സിമെൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് സിമെൻറ്റ്. ഈ സിമെൻറ്റിന് എന്ത് ചെയ്തു? നല്ലപോലെ വില കുറഞ്ഞു, അതിൻ്റെ GST നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ബാക്കിയുള്ള സെക്ടറിന്, അപ്പം അപ്പം നിങ്ങൾ ചോദിക്കും, അയ്യോ സാറേ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സെക്ടറിനല്ലേ? അപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അവിടെ നടക്കും. എന്താ കാര്യം? ആൾക്കാർ വീടിന് ഈ കാറിന് വില പറഞ്ഞുകൊണ്ട് ലോൺ എടുത്തും കാറ് മേടിക്കും, ശരിയില്ലേ? ലോണിൻ്റെ ഉപഭോഗം കൂടും. അപ്പം ഫിനാൻഷ്യൽ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും ഇതിൻ്റെ കൂടെ തന്നെയുള്ള ബൂമ് കിട്ടും. കാര്യം എന്താ? ഇപ്പോൾ ഓട്ടോ എല്ലാവരും മൊത്തം കാശ് കൊടുത്തിട്ടില്ലല്ലോ വണ്ടി മേടിക്കുന്നത്, ആണോ? അല്ല. അപ്പോൾ ഇവിടെ ലോണിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ലോൺ കമ്പനികൾ കടം കൊടുക്കുന്നത് കൂടും, അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അവർക്കും ഒരു പെർഫോമൻസ് കാണാം. അപ്പോൾ ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഇത്രയും സംഭവത്തിന് എതിരായിട്ട് നിൽക്കുന്നതാണ് IT. അപ്പോൾ ഈ വടംവലിയിൽ ആര് ജയിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അടുത്ത ദിവസങ്ങളിൽ ആര് ജയിക്കും, IT ജയിക്കുമോ അതോ മറ്റുള്ള സെക്ടറുകളെല്ലാം ജയിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരാരും പെർഫോം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ IT സെക്ടർ മാത്രമാണെന്നുണ്ടെങ്കിൽ IT ഉറപ്പാണ്, അത് 100% കൺഫേമായി, 100% കൺഫേമാണ്. IT സെക്ടർ വീഴും. വേറെ അവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. കാരണം ഒരിക്കലും ബൈ ചെയ്ത് നിലനിർത്താൻ പറ്റത്തില്ല. ഇത് വീണേ ഒക്കത്തുള്ളൂ. അതിന് തർക്കമൊന്നും ഇല്ലാത്ത കാര്യം, ഇത് വീണേ ഒക്കത്തുള്ളൂ. അത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പം ഇവർ താഴെ പോയാലും നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റിയെ ഈ സംഭവം IT ബാധിക്കത്തില്ല. പക്ഷേ നിഫ്റ്റിയെ ഈ IT സെക്ടർ ബാധിക്കും, മിഡ് ക്യാപ്പിനെയും ബാധിക്കും. ഓക്കെ, ഇത് രണ്ടിനെയും ബാധിക്കും. അപ്പം ഇവിടെ സെൻസെക്സിനെ ബാധിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? IT സെക്ടർ വീഴുകയും IT സെക്ടർ താഴോട്ട് പോവുകയും ഇവന്മാരെല്ലാം ഒന്നിച്ച് മുകളോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ സെൻസെക്സിലോ വലുതായിട്ടുള്ള ഫോൾ വരാൻ സാധ്യത കുറവാണ്. കാരണം എന്താണ്? ഈ IT സെക്ടറിൻ്റെ ഫോളിനെ ഇവർ പിടിച്ചു നിർത്തും. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിനകത്തിലും വളരെ വിശദമായിട്ട് ഇതിൻ്റെ സെക്ടർ വൈസ് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? അപ്പം ഇപ്പം നിങ്ങൾക്ക് നാളെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കാര്യം ലൈവായിട്ട് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? IT സെക്ടർ താഴെ പോയാൽ ഈ പറഞ്ഞ ഇവരെല്ലാം കൂടെ ബൂമായി കഴിഞ്ഞാൽ നമ്മുടെ IT ഒരു പക്ഷേ നിഫ്റ്റി മേലോട്ട് തന്നെ പോകും. പക്ഷേ ആദ്യം തുടങ്ങുമ്പം ചിലപ്പം ഒരു 10, 50, 100 പോയിൻറ്റിൻ്റെ ഫോൾ വന്നതിന് ശേഷം, അല്ല ആദ്യത്തെ 1 മണിക്കൂർ ചിലപ്പം പതുക്കെ മാർക്കറ്റ് താഴെ വന്നതിന് ശേഷം ഇവിടുന്ന് തിരിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു ഡിപ്പ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ഈ ഡിപ്പ് വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ DIs ആക്റ്റീവായിട്ട് ഒരു ബൈ എടുക്കാനും മതി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇല്ല ഇവിടെ ഓപ്പൺ ചെയ്യുന്ന വിചാരിച്ചോ, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇപ്പം ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ 21 മിനിറ്റ് ഇപ്പം ഏകദേശം നമ്മൾ നോക്കുവാണ്, നാളെ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പോൾ 350 നിൽക്കുന്നത് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു 200 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 150 പോയിൻറ്റ് ഡൗണാണ്. ഇല്ല 150 പോയിൻറ്റ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. 150 പോയിൻറ്റ് വീണാൽ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറാൻ കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, മറ്റേ ഫിനാൻഷ്യൽ സെക്ടറും ഓട്ടോ സെക്ടറും പിന്നെ ഈ FMCG എല്ലാം ആക്റ്റീവ് ആവും. അവിടുന്ന് ഒരു ബൈ വരും. ആ ബൈ വരുമ്പോൾ ആ ബൈ എന്ത് ചെയ്യും? ITയെ ITയുടെ ഫോളിനെ എന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്ത് ഇത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ല ഫ്ലാറ്റായിട്ട് വല്ലതും ആണ് ഓപ്പൺ ചെയ്തെങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് നേരെ കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ താഴോട്ട് വന്നാലും ഇവിടെ 251 എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് ഒരു 2 ക്യാൻഡിൽ ഇവിടെ വന്നു ഈ 251 എത്തിയതിന് ശേഷം വേണമെങ്കിൽ ഇവിടുന്ന് ചിലപ്പോൾ റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. അല്ല ചെറുതായിട്ട് പതുക്കെ ഇങ്ങനെ അരിഞ്ഞ് വീഴുവാണെങ്കിലും ഇവിടെ വന്ന് എടുക്കുക. അല്ല ചിലപ്പോൾ ഈ ലോ വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് നേരെ തിരിച്ച് മേലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നാളെ എന്തായാലും എങ്ങനെയാണ് പ്രീ മാർക്കറ്റിൽ
മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഇതിൻ്റെ ബിഹേവിങ്സ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമുക്കവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക, അത്ര മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ, എന്താ ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ പിടികിട്ടി കാണും. അപ്പം നമുക്കിനി ഇപ്പോൾ എന്താ ഇവിടെ നമുക്കിനി നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ നാളെ മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ കൂടെ ഇപ്പോൾ നാളത്തെ അനിവാര്യത കൊണ്ട് നമുക്ക് ഇവിടെ കൂടെ ഒരു ചെറിയ ലൈൻ വരച്ചിട്ടേക്കാം. ഈ ഒരു ബോട്ടം കൂടെ ചുമ്മാ ഇവിടെ കടന്നോട്ട്, വെറുതെ വരയ്ക്കുന്നതാണ്, ചുമ്മാ ഇവിടെ കടന്നോട്ട്. അപ്പോൾ നമുക്ക് ഇപ്പം മാർക്കറ്റ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഏരിയയിൽ വല്ലതും ഇപ്പം ഗ്യാപ്പ് ഡൗൺ, ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് മാർക്കറ്റ്, ഇവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഇവിടെ ഇത്രയും കാണിച്ചെങ്കിൽ ഇവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഏകദേശം ഈ റേഞ്ചിൽ ഈ 251 ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഇവിടെ തട്ടി തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അല്ല ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ എത്രയാണ്? നെക്സ്റ്റ് ലെവൽ 143. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. മാർക്കറ്റ് ഇവിടെ ഈ റേഞ്ചിൽ ഇതിനകത്തോ ഈ 251 റേഞ്ചിനകത്താണ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആകുന്നതെങ്കിൽ ഒരു പക്ഷേ ഇവിടെ തട്ടി തിരിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല ഇതും ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റോ അല്ല അരമണിക്കൂറോ ചിലപ്പോൾ ഇങ്ങനെ വരെ വന്നിട്ട് ചിലപ്പോൾ ഇവിടുന്ന് DIAs ആക്റ്റീവായിട്ട് മാർക്കറ്റിന് തിരിച്ച് കയറ്റാനുള്ള സാധ്യത വളരെ. അപ്പോൾ ഏത് പോയിന്റിൽ നിന്നാണ് റിക്കവറി ഉണ്ടാകുന്നത് നിങ്ങൾ കീനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, ഏത് പോയിന്റിൽ നിന്നാണ് ഈ പോയിന്റിൽ നിന്നാണ് റിക്കവറി വരുന്നത് നിങ്ങൾ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ IT-യുടെ ഫോളിനെ നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പം എന്നിട്ട് ഇത് തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുക രാവിലെ ഏതൊക്കെ സെക്ടറാണ് ആക്റ്റീവ് ആകുന്നത്. ഇപ്പോൾ IT ഓൾറെഡി ഡൗൺ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ ഫിനാൻഷ്യൽ സെക്ടറാണോ ഓട്ടോ സെക്ടറാണോ അത് FMCG ആണോ മിന്നിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഏത് സെക്ടറാണ് വളരെ സ്ട്രോങ് ആയിട്ട് മേലോട്ട് പോകുന്നത് നോക്കുക, അതിൻ്റെ സെക്ടർ വെയിറ്റേജ് നോക്കുക, തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്ത് നോക്കുക, എന്താ സംഭവിക്കുന്നതെന്ന് കീനായിട്ട് വാച്ച് ചെയ്യുക. മനസ്സിലായി പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ നമുക്ക് ലെവലുകളൊന്ന് നോക്കാം. ലെവൽ നോക്കണമെങ്കിൽ എന്താണ് സംഭവിച്ചത്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 225 250 നമുക്ക് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് നോക്കുക, അല്ലെങ്കിൽ അടുത്ത ലൈൻ നോക്കുക. എപ്പോഴാണ് റിക്കവറി ഉണ്ടാകുന്നത്, ആ റിക്കവറി ഇതിന് മോളിൽ പോകണം. ഈ ഹൈ കട്ട് ചെയ്ത് മോളിൽ പോയി സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങളത് ഇത്രയും ഭാഗം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വരകളൊക്കെയാണ് ഇവിടെ ഈ വര, ഇവിടെ ഇങ്ങനെ വര കാണുന്നത്, ഈ വര കട്ട് ചെയ്ത് വര വേണ്ട, ഈ വര ആ വര ഇവിടെ നോട്ടെ. ഓക്കെ, അപ്പം കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുമ്പം നല്ലൊരു ബൂം കിട്ടി കഴിഞ്ഞ ആഴ്ച ഇല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്നു 1000 പോയിൻറ്റിൻ്റെ ഒരു ഉയർച്ച ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കിയേക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം എത്രയാണ്? 1 2 3 4 5 ഇവിടെയാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം, ഇവിടെ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ഏകദേശം 785 മുതൽ 785 805 1000 പോയിൻറ്റ്. ഓക്കെ, 1000 പോയിൻറ്റ് കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റി ട്രാവൽ ചെയ്തു. അതിന് ശേഷമാണ് ഈ ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു ഡിപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ലൈൻ നോക്കിക്കേ, ഇതൊരു മേജർ ലൈനാണ്. ഇത് ഈ 55,000 കൂട്ടിക്കോ, 50 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റി വലിയ സംഭവമൊന്നുമല്ല. അപ്പം ഈ 55,000 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, 55,000 എപ്പം ബ്രേക്ക് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസിങ് താഴെ വരുന്നോ അന്ന് പണിയായിരിക്കും. മനസ്സിലായി പറഞ്ഞ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറയുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ മിന്നിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ബാങ്കിങ് സെക്ടറിനെ അത് വലുതായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നലെ ADRലൊന്നും അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടില്ല. ഓക്കെ, ചെറിയ ഇവിടുത്തെ ആ വീഴ്ച അത് മാത്രമേ അവിടെയും ഉണ്ടായിട്ടുള്ളൂ. അപ്പം ബാങ്കിങ് സെക്ടർ അങ്ങനെ വീഴാനുള്ള സാധ്യത കുറവ്. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. എല്ലാ അണ്ണന്മാരുടെ ഒന്നിച്ച് പണി തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഇപ്പോഴും FIS 86% ഷോർട്ടിലാണ്, 86% ഷോർട്ടിലാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ റെഡിയാക്കി വെച്ചേക്കുവാണ്. എന്നാൽ മിക്കവാറും കഴിവതും പറ്റുമെങ്കിൽ നാളെ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യാം. 1-2 കാര്യങ്ങളോട് ചെയ്യാം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താനുണ്ട്. അതിനുശേഷം ഞാൻ ആ വീഡിയോ നാളെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു അതെങ്ങനെ സാറേ കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ ഞാനെല്ലാം കണ്ടുപിടിച്ച് പഠിച്ച് റെഡിയാക്കി വെച്ചേക്കുവാണ്. നാളെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യും.
അപ്പം നിങ്ങൾ ഈ ബാങ്ക് നിഫ്റ്റിയെ നോക്കുക, 55,000 ക്രൂഷ്യൽ ലെവലാണ്. അതിന് താഴെ പോവില്ലയോ, അതായത് 50,000 കാണുന്നത് ഇവിടെ നോക്കണ്ടോ, ഇതൊരു മേജർ സപ്പോർട്ടാണ്. ഇവിടുന്ന് തിരിച്ച് കയറുമോ, ഇവിടെ വരെ വരുമോ എന്നൊക്കെയുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ എന്താണ്, ഇത് 55,000, 55,256 ബോട്ടം, അടുത്ത ലൈന് 55,057. ഈ 55,057 ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക, ഇവിടെ എന്ത് സംഭവിക്കുന്നത് നോക്കുക. ഓക്കെ, അല്ല ഇവിടോട്ട് ഇറങ്ങി വന്ന് ഇവിടുന്ന് തിരിച്ചു കയറും. നമ്മുടെ നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന്, അല്ല ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ചു പോകും, അല്ല ഇവിടെ താഴോട്ട് ഇറങ്ങി വരുമെന്ന് നോക്കുക. എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇത് വളരെ ക്രൂഷ്യലാണ്. ഈ ലെവല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോയാൽ പണി പാളും. ഓക്കെ, ബാക്കി കാര്യങ്ങളൊന്നും പറയാനില്ല, നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. അല്ല അപ്സൈഡ് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ഈ 55,862 നമ്മൾ കാണാം. ഈ ലെവൽ ഇന്നലത്തെ ഈ 55,468, 55,500 ക്രോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് ബാങ്ക് നിഫ്റ്റി മേലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ് എല്ലാം വരച്ച് നമ്മളിട്ടേക്കുക, വരയ്ക്കൊന്നും മാറ്റമില്ല. അടുത്ത സംഭവമാണ് മിഡ് ക്യാപ്പ്. മിഡ് ക്യാപ്പിൽ നമ്മൾ ഇച്ചിരി സൂക്ഷിക്കണം, കാരണം മിഡ് ക്യാപ്പ് വീഴാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം എന്താണ്, മിഡ് ക്യാപ്പിനകത്ത് നമുക്ക് IT സെക്ടറിന് ഇച്ചിരി പ്രാമുഖ്യം കൂടുതലാണ്. മിഡ് ക്യാപ്പിനകത്തെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഞാൻ ആ സംഭവം ഒന്ന് കാണിക്കാം, അത് നല്ല നടക്കുക. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ഓഗസ്റ്റ് 29, 2025 NSE അപ്ഡേറ്റ് ചെയ്ത സെക്ടർ വെയിറ്റേജ് ആണ്. ഓക്കെ, നമ്മളുടെ മിഡ് ക്യാപ്പിൻ്റെ ഇതിനകത്ത് നോക്കിക്കേ, മിഡ് ക്യാപ്പിനകത്തിലെ സെക്ടർ റെപ്രസെൻറ്റേഷൻ നോക്കിക്കേ. ഫസ്റ്റ് പ്രയോറിറ്റി ഫിനാൻഷ്യൽ സെക്ടറിനാണ്. ഓക്കെ, 21.89, 22% ഫിനാൻഷ്യൽ സെക്ടറിന് വെയിറ്റേജ് ഉണ്ട് മിഡ് ക്യാപ്പിൽ. അതിന് ശേഷം 15.4 രണ്ടാമത്തെ സാധനമാണ് ഏത്, IT സെക്ടർ. അപ്പം IT പൊട്ടിയാൽ മിഡ് ക്യാപ്പ് വീഴും, ആ കാര്യം മറന്നുപോകല്. ഫിനാൻഷ്യൽ സെക്ടറിനകത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ഫെഡറൽ ബാങ്ക്, പിന്നെ ഇതിനകത്തിൽ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പം പിന്നെ BSE, PB ഫിൻടെക്, പിന്നെ വേറെ ഏതാണ്, ഇതൊക്കെ ഉള്ളൂ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ടുള്ള പിന്നെ സ്റ്റോക്കുകൾ. അപ്പം അതിനകത്തിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഇപ്പോൾ സെക്ടർ നോക്കിക്കുക, ഫിനാൻഷ്യൽ സെക്ടർ കഴിഞ്ഞാൽ രണ്ടാമത്തെ സംഭവമാണ് പിന്നെ ഐറ്റിക്ക് 15% വെയിറ്റേജ് ഉണ്ട് മിഡ് ക്യാപ്പിനകത്തിൽ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സെക്ടർ അനങ്ങാതെ നിൽക്കുക, അല്ല ചെറിയ രീതിയിൽ മാത്രമേ പെർഫോം ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ IT വീഴുവാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ മിഡ് ക്യാപ്പ് വീഴും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫോർജും പെർസിസ്റ്റൻ്റ് സിസ്റ്റവും ഇത് രണ്ടും ഇതിനകത്തിലെ ഇമ്പോർട്ടൻ്റ് 2 സ്റ്റോക്കുകളാണ്. ഇവർക്ക് 2 പേർക്കും കൂടെ 11%, 10% വെയിറ്റേജ് ഉണ്ട്. മനസ്സിലായ പറഞ്ഞ്, IT സെക്ടറിന് കോഫോർജിനും പെർസിസ്റ്റൻ്റ് സിസ്റ്റവും ഇവർ 2 പേരൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം 11% വെയിറ്റേജ് മിഡ് ക്യാപ്പിനകത്തിലുണ്ട്. മനസ്സിലായ പറഞ്ഞ്. അപ്പം ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മാക്സ് ഹെൽത്ത് കെയറും BSE ആണ്. BSEയുടെ കാര്യം ഇപ്പോൾ അറിയാമല്ലോ, അവതാളത്തിൽ നിൽക്കുകയാണ്. കാരണം ഈ എക്സ്പയറിയൊക്കെ മാറ്റാൻ പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ വരുമാനം കുറയും. 3000 കിടന്ന സ്റ്റോക്ക് ഏകദേശം 2200 ഇപ്പോൾ അതൊരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ BSE ഇന്നലെ 30 രൂപ കുറവിലാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം BSE ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവിസം ബാധിച്ച രീതിയിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം അവനെ നമുക്ക് വിട്ടു. പിന്നെ മാക്സ് ഹെൽത്ത് കെയറേ ഉള്ളൂ, അതിൻ്റെ ഓട്ടോ എല്ലാം കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അപ്പം ഇത് ഒരു പക്ഷേ മാക്സ് ഹെൽത്ത് കെയറിന് ചിലപ്പം ഇവർക്ക് GST ഒഴിവാക്കി, ആർക്കാ ഇൻഷുറൻസ് സെക്ടറിനും ഒക്കെ ഈ GST ഒഴിവാക്കിയുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഈ മാക്സ് ഹെൽത്ത് കെയർ ചിലപ്പം ഒന്ന് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തന്നെയും BSE നെഗറ്റീവായിട്ടും ഈ പറയുന്ന ഡിക്സൺ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആണ്. അപ്പം ഈ കോഫോർജും ഈ പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും ഇവർ രണ്ടുപേരും നല്ലപോലെ നാളെ വീഴുമ്പം ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനകത്തിൽ നല്ലപോലെ നമ്മൾ ഫോള് കാണണം. അപ്പം നാളെ എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു
തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ മിഡ് ക്യാപ്പ് വീഴാനാണ് സാധ്യത അടിവര വിടുന്ന സാധ്യത. ഞാനിത് പറഞ്ഞിട്ട് നാളെ രാവിലെ നിങ്ങൾ പിന്നെ AM ഇട്ടെടുത്തിട്ടാണ്ട് അങ്ങേര് പറഞ്ഞിട്ട് ഞങ്ങൾ മിഡ് ക്യാപ്പിൽ AM ഇട്ടു, എൻ്റെ എല്ലാം പോയി, അങ്ങേര് എന്നെ വന്ന് തെറി വിളിക്കല്ലേ, മനസ്സിലായി? ഞാനൊരു സാധ്യതകൾ മാത്രം, നമ്മളെപ്പോഴും പ്രോബബിലിറ്റിയാണ് സംസാരിക്കുന്നത്, സാധ്യതകളെപ്പറ്റി സംസാരിക്കുന്നു. അത് വർക്ക് ചെയ്യാൻ വർക്കായിരിക്കും, അത് അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ, മാർക്കറ്റിലെ സിറ്റുവേഷൻസ് എപ്പോൾ വേണമെങ്കിലും മറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ്പ് നല്ല പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് 13,240. ഓക്കെ, ഇതിനകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ വീണാൽ എവിടെ വരെ വീഴും എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഡേ ക്യാൻഡിൽ നോക്കിയേക്കാം. ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നല്ലൊരു സപ്പോർട്ട് എടുത്തതിന് ശേഷം, പ്രീവിയസ് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും മിഡ് ക്യാപ്പിൽ നല്ലൊരു W പാറ്റേൺ ഫോമായി അല്ലേ. W പാറ്റേൺ ഫോമായി ഏകദേശം അവിടെ എത്തി ഇല്ലേ. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഇവിടെ ആസ് പെർ ചാർട്ട് പ്രകാരം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് വലുതാക്കാം. ബോറടിക്കേണ്ട ആരും പോയോ? നെറ്റ് ശോകമാണെന്ന് തോന്നുന്നു. എവിടെ പോയി? ഓക്കെ, അപ്പം ഇത് ഇപ്പോൾ ഏകദേശം പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു ഏരിയ ആയി ഇല്ലേ. ഇവിടെ പല പ്രാവശ്യം വന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പം അങ്ങനെ വന്നാൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വരണം. ഇതുകൊണ്ട് ഈ പോയിൻ്റ് കണ്ടോ, 13,018 ആ ഏരിയ വരെ വരണം. 13,000 വരെ ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. 13,240 ഇപ്പോൾ നിൽക്കുന്നത്, 235 നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 13,000 വരെ ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ നല്ല ഫോള് വന്നാൽ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി 5 മിനിറ്റിലോട്ട് പോവാം. അപ്പം നാളെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് 4 സ്റ്റോക്കുകളാണ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് നാളെ മിഡ് ക്യാപ്പിനകത്തിൽ. ഏതൊക്കെയാണ്? 1 മാക്സ് ഹെൽത്ത് കെയർ, 2 BSC, 3 കോഫോർജ്, 4 പെർസിസ്റ്റൻ്റ് സിസ്റ്റം. ഓക്കെ, ഈ 4 സ്റ്റോക്കുകൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ നാളെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ നോക്കിക്കേ, 13,000 ഇവിടെ 13,014 ഇവിടം വരെ ഒരു പക്ഷെങ്കിൽ ഇറങ്ങി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓരോ ലെവലുകൾ, ഈ വരച്ചിട്ടേക്കുന്ന ഓരോ ലെവലുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എവിടെയാണ് ഗ്യാപ്പ് ഡൗൺ, എവിടം വരെ വരുന്നു എന്ന് നോക്കുക, അവിടെ ഏത് ലെവലുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം ചെറുതായിട്ട് മാർക്കറ്റ് മുകളിലോട്ടൊന്ന് കയറും. അപ്പം അവിടെ CA എന്ന് പറഞ്ഞ് ചാടി കയറി ആരും അതിന് മണ്ടയ്ക്ക് CA എടുത്ത് ആരും നഷ്ടം വരുത്താൻ വരില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് സമാധാനത്തെ നോക്കി കണ്ടിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക. അല്ലാതെ ഒരു 2-3 റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ട ഉടനെ അതിൻ്റെ മണ്ടയ്ക്ക് CA എന്ന് പറഞ്ഞ് ചാടിക്കയറി അതിൻ്റെ മണ്ടയ്ക്ക് വീഴരുത്. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നൊക്കെയുള്ള കാര്യം പലർക്കും അറിയാം, ഞാൻ പലരോടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ ട്രെൻഡ് മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സും ട്രെൻഡും സ്ട്രക്ചറും ഒക്കെ മനസ്സിലാക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം വരാനുള്ളത് 13,014. ഇതും പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി കാര്യം ശേഷം കാഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു, ഏകദേശം 32 മിനിറ്റായി. അപ്പം സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക, ന്യൂസുകൾ ശ്രദ്ധിക്കുക. ഇനി ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് ബാക്കിയുണ്ട് ഇല്ലേ, നാളെ കൂടെ ബാക്കിയുണ്ട്. ഇന്ന് രാത്രി ഇപ്പോൾ ഞാനിതിപ്പോൾ ലോഡ് ചെയ്യും. അതിന് ശേഷം നിങ്ങളിത് മാക്സിമം നേരത്തെ കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാർക്കറ്റിലെ ന്യൂസുകളിൽ കൂടെ നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. മറ്റന്നാൾ തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.